അപ്പം പരിശുദ്ധ അമ്മ അമ്മയിൽ നിന്ന് ആ 30-ാമത്തെ വയസ്സിൽ പരസ്യ ജീവിതത്തിന് ഇറങ്ങുമ്പോൾ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതിൽ മകന് ഒത്തിരിയേറെ ദുഃഖമുണ്ടായിരുന്നു. ആ 30 വർഷവും തൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന്, ആ സ്വർഗത്തിൽ നിന്ന്, ആ വലിയൊരു മഹത്വത്തിൽ നിന്നും പിതാവിൻ്റെ ആ യൂണിയനിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ അത് ക്രിസ്തുവിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അല്ലേ. സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ട് കൂടെ കൊണ്ടു നടന്ന അപ്പോസ്തലന്മാർ യോഹന്നാൻ ഒഴികെ എല്ലാവരും ചിതറി ഓടിപ്പോയി ഭയത്താൽ അല്ലേ. ഈശോയെ പിൻഗമിച്ചവരെല്ലാം ഉപേക്ഷിച്ചു. നന്മ സ്വീകരിച്ചവർ പോലും കല്ലെറിഞ്ഞു. നന്മ സ്വീകരിച്ചവർ പോലും അവനെ തുപ്പി. പലരും കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആരാ കൂടെ നിന്നത്? കൂടെ നിന്നത് അമ്മയും കുറച്ച് സ്ത്രീജനങ്ങളും മാത്രമായിരുന്നു അല്ലേ. കാൽവരിയിലെ ആ അതികഠിന വേദനയിൽ അവൾ മനുഷ്യവർഗത്തിന്റെ അമ്മയായി ആ ഒരു സ്ത്രീയായി ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയായിരുന്നു. സോ ദാറ്റ് സ്ത്രീ ഈസ് എ വെരി ലോഡഡ് ടേം. റെസ്പെക്ട് കുറവിലല്ല സ്ത്രീ അല്ലേ, അതീവ റെസ്പെക്റ്റ് ആണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലോഡഡ് ടേം. അപ്പം ആ സ്ത്രീയാണ് വെളിപാടിലെ സ്ത്രീ. അവർക്ക് അമ്മയുടെ ഒരു മാധ്യസ്ഥം ചോദിച്ചാൽ മതി, അമ്മ കാണിച്ചു തരും എങ്ങനെയാണ് പുത്രന്റെ അടുത്തേക്ക് ഈസി ആയിട്ട് എത്തേണ്ടതെന്ന് കേട്ടോ. ഒരു ഷോർട്ട് കട്ടാണ് അമ്മ. അപ്പം ആ അമ്മയാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് വഴി മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതെൻ്റെ ഈശോയ്ക്ക്, ഞാൻ എൻ്റെ പ്രാണനേക്കാൾ അധികം സ്നേഹിക്കുന്ന എൻ്റെ ഈശോയ്ക്ക് അതൊത്തിരി ഇഷ്ടമാണെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഹായ് എവരി വൺ. സോ ഇന്ന് മാതാവിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പം ഇന്നത്തേത് ഈ ഒരു ക്ലാസ്സോടുകൂടി മാതാവിൻ്റെ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഡോഗ്മാസും അതിൻ്റെ ആർഗ്യുമെൻസും കൗണ്ടർ ആർഗ്യുമെൻസും എല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആ നോട്ട്സിൽ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് നിങ്ങൾ റെഫർ ചെയ്താൽ മതി, ഏതെങ്കിലും അഡീഷണൽ പോയിൻറ്റ്സ് വേണമെങ്കിൽ. പക്ഷേ പ്രധാനപ്പെട്ട എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏറ്റവും ലാസ്റ്റായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്ന മാതാവിൻ്റെ റെഫറൻസാണ്, അതായത് വെളിപാടിലെ സ്ത്രീ. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൽപ്പത്തിയിലെ സ്ത്രീയെ കണ്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെളിപാടിലെ സ്ത്രീ, അതായത് വെളിപാട് 12-ാം അധ്യായം, സ്ത്രീയും ഉഗ്രസർപ്പവും. അപ്പോൾ അതൊന്ന് വായിച്ചിട്ട് മാതാവിനെക്കുറിച്ച് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനോടുകൂടി എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവം കൂടി ഷെയർ ചെയ്തിട്ട് മാതാവിൻ്റെ ഈ അനുഗ്രഹീതമായ ക്ലാസ്, എനിക്ക് ശരിക്കും ഒരു സംശയമാണ്, എനിക്ക് മാതാവിനെക്കുറിച്ച് പറയാനുള്ള യോഗ്യതയുണ്ടോ കർത്താവേ എന്ന് പോലും ഞാൻ മാതാവിൻ്റെ ആ വിശുദ്ധിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരും. കർത്താവേ, ഇത്ര പരിശുദ്ധയാണ് അമ്മ, അമ്മയെക്കുറിച്ച് പറയാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ചിലപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും. പക്ഷേ യോഗ്യത നിശ്ചയിക്കുന്നവൻ കർത്താവാണ്. കർത്താവ് എന്നോട് പറഞ്ഞു തൻ്റെ അമ്മയെക്കുറിച്ച് പറയണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 4 ക്ലാസ് ഡീറ്റെയിൽഡായിട്ട് എടുത്തത്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തൻ്റെ അമ്മയെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതായത് ദൈവം തന്നെയാണ് സീനായി മലയിൽ വെച്ച് 4-ാമത്തെ കമാൻഡ്മെൻറ്റ് കൊടുത്തത്, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നല്ലേ. അപ്പോൾ ആ ഒരു കമാൻഡ്മെൻറ്റ് കൊടുത്ത ഈശോ തൻ്റെ അമ്മയെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ഏറ്റവും അധികം ബഹുമാനിക്കുകയും ചെയ്തു. ഈ ലോകത്തിൽ ഈശോ ആയിരുന്ന ആ 33 വർഷവും തൻ്റെ അമ്മയെ ഒത്തിരി അധികം സ്നേഹിക്കുകയും ഒത്തിരി അധികം ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു ആ കമാൻഡ്മെൻറ്റിനോട് ചെയ്യുന്ന ഒരു വയലേഷൻ ആയിരുന്നേനെ അല്ലേ. അപ്പം തൻ്റെ അമ്മയെ ഒത്തിരി അധികം സ്നേഹിക്കുകയും ഒത്തിരി അധികം ബഹുമാനിക്കുകയും ചെയ്തു. നമ്മളൊക്കെ നമ്മുടെ അമ്മമാരെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി മനുഷ്യനായ ക്രിസ്തു തൻ്റെ അമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അപ്പോൾ തൻ്റെ അമ്മയെ മറ്റുള്ളവർ സ്നേഹിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും അത് ക്രിസ്തുവിനെ ഒത്തിരിയേറെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് ശരിക്കും മനസ്സിലായ ഒരു കാര്യമാണ്. അമ്മയെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ ഈശോയ്ക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അതെനിക്ക് പല ഇൻസിഡൻറ്റിലൂടെ മനസ്സിലായിട്ടുണ്ട്. അപ്പം പരിശുദ്ധ അമ്മയിൽ നിന്ന് ആ 30-ാമത്തെ വയസ്സിൽ പരസ്യ ജീവിതത്തിന് ഇറങ്ങുമ്പോൾ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതിൽ മകന് ഒത്തിരിയേറെ ദുഃഖമുണ്ടായിരുന്നു. ആ 30 വർഷവും തൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന്, ആ സ്വർഗത്തിൽ നിന്ന്, ആ വലിയൊരു മഹത്വത്തിൽ നിന്നും പിതാവിൻ്റെ ആ ഒരു ആ യൂണിയനിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ അത് ക്രിസ്തുവിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അല്ലേ. ദൈവമായിട്ട് മനുഷ്യൻ്റെ, അതായത് ഒരു താഴ്ന്ന പ്രകൃതി സ്വീകരിച്ചാണ് വരുന്നത് അല്ലേ. ദൈവമായിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ
മനുഷ്യനായി താഴേക്ക് വരുവാണ്. അപ്പോൾ ആ മനുഷ്യനായി വന്നതിൽ ഈശോയ്ക്കൊരു ആ താഴ്ന്ന പ്രകൃതി സ്വീകരിച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടും വിഷമവും തൻ്റെ ജീവിതത്തിലെ ആ ദാരിദ്ര്യവും ഈജിപ്തിലേക്കുള്ള പലായനവും പൈസ കുറവുകളും ഒന്നും ഈശോയെ ബാധിച്ചില്ല. കാരണം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധനായ യോസേപ്പ് പിതാവിൻ്റെയും സംരക്ഷണത്തിലായിരുന്നു ഈശോ, അല്ലേ? ആ 30 വർഷക്കാലം പിതാവിൻ്റെ അടുത്തുനിന്ന് പോന്നെങ്കിലും ആ ദുഃഖം അത്ര തീവ്രമായിട്ട് ഈശോ അനുഭവിച്ചില്ല. എന്നാൽ 30ാമത്തെ വയസ്സിൽ അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞ് ഈ ലോകത്തിൻ്റെ മാലിന്യത്തിലേക്ക് വിശുദ്ധനായ കുഞ്ഞാട് ഇറങ്ങിപ്പോയപ്പോഴും അതവന് വളരെ പെയിൻഫുള്ളായിരുന്നു. എൻ്റെ ഈശോയ്ക്ക് അത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അത്രയും സ്നേഹം നിറഞ്ഞ അമ്മയെ വിട്ടിട്ട് അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നു. പിന്നെ എവിടേക്കാണ് പോകുന്നതെന്ന് ശരിക്കും അറിയായിരുന്നു ഈശോയ്ക്ക്, അല്ലേ? അമ്മയ്ക്കും അറിയായിരുന്നു എവിടേക്കാണ് മകൻ പോകുന്നത്, അത് എത്തിച്ചേരുന്നത് കാൽവരിയിലാണെന്ന് അമ്മയ്ക്കും അറിയായിരുന്നു. അമ്മയ്ക്കും അത് ഈക്വലി ഡിഫിക്കൽട്ടായിരുന്നു. 2 പേർക്കും അത് ഈക്വലി ഡിഫിക്കൽട്ടായിരുന്നു. നമ്മൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ പോകണം. നമുക്ക് തിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടാകാം, പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരാരായിരുന്നു എന്നാണ്. അപ്പം ആ ഒരു അവർ കടന്നുപോയ വഴിത്താരകൾ, മനുഷ്യകുലത്തിന് വേണ്ടി അവർ എടുത്ത സഹനങ്ങൾ, വേദനകൾ, ആ കാൽവരിയിൽ വെച്ച് അനുഭവിച്ച തീവ്ര വേദന, അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുന്ന ശിമയോൻ പ്രവചിച്ചു, അല്ലേ? അപ്പോൾ ഈ 33 വർഷവും അമ്മ ആ വാളും പേറിയാണ് ജീവിച്ചത്, അല്ലേ? അമ്മയ്ക്കറിയായിരുന്നു അമ്മ എല്ലാ ജ്ഞാനവും നിറഞ്ഞവളായിരുന്നു, അല്ലേ? എല്ലാ ജ്ഞാനവും നിറഞ്ഞ ദേവാലയത്തിൽ വളർത്തപ്പെട്ടവളായതുകൊണ്ട് പ്രത്യേകമായിട്ടും പുസ്തകങ്ങൾ മുഴുവനും നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ യെശയ്യാ പറഞ്ഞ ദാനിയേലിൻ്റെ പ്രവചനത്തിലെ മിശിഹായെയും യെശയ്യാ പറഞ്ഞ സങ്കടങ്ങളുടെ മനുഷ്യനെയും ഒക്കെ അമ്മയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അപ്പോൾ ശിമയോൻ നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുമെന്ന് പറഞ്ഞപ്പോൾ ലിറ്ററലി ആ വാള് കടന്നുപോയി. 33 വർഷം കഴിഞ്ഞല്ല ആ വാള് കടന്നു പോകുന്നത്. ആ നിമിഷം തൊട്ട് ആ വാളിൻ്റെ വേദനയും പേറിയാണ് അമ്മ ജീവിച്ചത്. അമ്മ എന്നും ഓർക്കും, അല്ലേ? ഇനി ഈ ഒരു ദിവസം കുറവേ ഉള്ളൂ എൻ്റെ ഈശോയോടൊപ്പം എന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു ഓരോ ദിവസം കഴിയുമ്പോഴും, അല്ലേ? ആ വേദന താങ്ങി ആ വേദന പേറിയാണ് അമ്മ 30 വർഷം, ആ 33 വർഷം വരെയും ജീവിച്ചത്, അല്ലേ? അപ്പം 30ാമത്തെ വയസ്സിൽ മകൻ പരസ്യ ജീവിതത്തിനായി ഇറങ്ങിപ്പോകുമ്പോൾ അമ്മയ്ക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു അത് കാൽവരിയിൽ ആ സങ്കടങ്ങളുടെ യെശയ്യാ വരച്ചു കാട്ടിയ സങ്കടങ്ങളുടെ മനുഷ്യനാണ് അവനെന്ന്. ആ ഒരു ക്രൂശ് മരണത്തിലേക്കാണ് തൻ്റെ മകൻ പോകുന്നതെന്ന് അമ്മയ്ക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു കേട്ടോ. പക്ഷേ ആ ക്രൂശ് മരണ സമയത്ത് പോലും മകൻ അമ്മയെ മാറ്റി നിർത്തിയില്ല. അവിടെ അമ്മ ഉണ്ടായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചു കേട്ടോ. അപ്പം ഞാനൊരു മിസ്റ്റിക്കിൻ്റെ പുസ്തകത്തിൽ വായിച്ചതാണ് എന്തുകൊണ്ടാണ് തൻ്റെ അമ്മ അവിടെ ഉണ്ടായിരിക്കണം എന്ന് ഈശോ വിചാരിച്ചത്. അപ്പോൾ ഈശോയ്ക്ക് അറിയായിരുന്നു എല്ലാ വശത്തു നിന്നും റിജക്ഷൻ, അല്ലേ? താൻ സ്നേഹിച്ച ഏറ്റവും പ്രാണനെ പോലെ കരുതിയ പ്രാണസ്നേഹിതൻ വഞ്ചിച്ചു. അപ്പോൾ സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ട് കൂടെ കൊണ്ടു നടന്ന അപ്പോസ്തോലന്മാർ യോഹന്നാൻ ഒഴികെ എല്ലാവരും ചിതറി ഓടിപ്പോയി ഭയത്താൽ, അല്ലേ? ഈശോയെ പിൻഗമിച്ചവരെല്ലാം ഉപേക്ഷിച്ചു. നന്മ സ്വീകരിച്ചവർ പോലും കല്ലെറിഞ്ഞു. നന്മ സ്വീകരിച്ചവർ പോലും അവനെ തുപ്പി. പലരും കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആരാ കൂടെ നിന്നത് അമ്മയും കുറച്ച് സ്ത്രീജനങ്ങളും മാത്രമായിരുന്നു, അല്ലേ? ഈശോയുടെ കൂടെ നിന്നത് യോഹന്നാനുണ്ടായിരുന്നു. യോഹന്നാനും അമ്മയും കുറച്ച് സ്ത്രീകളും മാത്രമേ ആ കാൽവരി കുരിശിലുണ്ടായിരുന്നുള്ളൂ, കാൽവരി കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു വേദനയുടെ നിമിഷത്തിൽ തന്നെ സ്നേഹിക്കുന്ന ഒരു ആശ്വാസം നൽകുന്ന ഒരു മുഖം ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പുത്രൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അമ്മ ആ കാൽവരി ബലിയിൽ അത്രയും വേദന അമ്മയ്ക്കുണ്ടാകുമെന്ന് അറിയാമായിരുന്നിട്ടും അമ്മ അവിടെ നിൽക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചത്. അപ്പോൾ ആ അതേ മിസ്റ്റിക്കിൻ്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ വായിക്കുകയാണ്, മറിയ വാൾത്തോർത്തയുടെ പുസ്തകത്തിൽ തന്നെ ഞാൻ വായിക്കുന്നു. അമ്മ പറയുന്നു, എനിക്ക് പ്രസവ വേദന ഇല്ലായിരുന്നു. പ്രസവ വേദന എന്ന് പറയുന്നത് യഹോവയ്ക്ക് കൊടുത്ത നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, അല്ലേ? ആ പാപത്തിൻ്റെ ഒരു പെനാൽറ്റി ആയിട്ട് കിട്ടിയതാണ്. അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് ആ പാപം ഇല്ലായിരുന്നത് കൊണ്ട് അമ്മയ്ക്ക് ആ പ്രസവ വേദന ഇല്ലായിരുന്നു. പക്ഷെ കാൽവരിയിലെ ആ അതികഠിന ദുഃഖത്തിൽ അമ്മയുടെ വയറിലെ ഓരോ മാംസപേശികളും വരിഞ്ഞു മുറുകി പൊട്ടുന്ന വേദന അമ്മയ്ക്ക് അനുഭവിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹൃദയത്തിലൂടെ വാള് കടന്നുപോയി, അല്ലേ? ശിമയോൻ പ്രവചിച്ച വാള് ഹൃദയത്തിലൂടെ കടന്നുപോയി. ഏതൊരമ്മയ്ക്ക് താങ്ങാൻ പറ്റുമല്ലേ? ആ വേദന നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അമ്മയെ കുറ്റം പറയുന്നതിന് മുമ്പ്, അല്ലെ ബഹുമാനമില്ലാതെ പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം, അമ്മ ചെയ്തതുപോലെ
എനിക്ക് ചെയ്യാൻ പറ്റുമോ? അമ്മ പറഞ്ഞതുപോലെ ഈശോ ദൈവപിതാവിൻ്റെ എല്ലാ ഇഷ്ടത്തിനും ആമേൻ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പിശാച് തോറ്റുപോയി അമ്മയുടെ മുമ്പിൽ. പിശാചിന് തൊടാൻ പറ്റിയില്ല. ഒരു പ്രാവശ്യം പോലും ഒരു പാപവും ചെയ്യാത്തത് കൊണ്ട് ആ അമ്മയുടെ മുന്നിൽ പിശാച് തോറ്റുപോയി. ദൈവത്തിൻ്റെ മുന്നിൽ തോറ്റുപോകുന്നതിന് അവന് കുഴപ്പമില്ലെന്നല്ല, എങ്കിലും അവനത് പിന്നെയും ടോളറബിളാണ്. പക്ഷേ അവൻ താഴ്ന്ന രീതിയിൽ കാണുന്നവരാണ് മനുഷ്യർ, അല്ലേ? പിശാച് അഹങ്കാരമാണ് അവൻ്റെ മുഖമുദ്ര, അല്ലേ? ദൈവത്തെക്കാൾ ഉന്നതനാണെന്ന് വിചാരിച്ച് വീണുപോയി. അതാണ് നമ്മൾ യെശയ്യായിൽ വായിക്കുന്നത്. അപ്പോൾ അഹങ്കാരിയായിരുന്ന സാത്താന് മനുഷ്യരെ അവൻ വളരെ താഴ്ന്ന ഒരു കണ്ടീസെൻറ്റിങ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ വളരെ താഴ്ന്ന രീതിയിലാണ് കാണുന്നത്, അല്ലേ? അതിൽ തന്നെ സ്ത്രീകളെ തീരെ താഴ്ന്ന രീതിയിലാണ് കാണുന്നത്. അങ്ങനെ അവൻ താഴ്ന്ന രീതിയിൽ കാണുന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ തോറ്റുപോയെന്ന് പറഞ്ഞത് അവൻ്റെ അഹങ്കാരത്തിന് ഏറ്റവും വലിയൊരു ആഘാതമായി. അതുകൊണ്ടാണ് സ്ത്രീയോട് അത്രയേറെ ശത്രുത സാത്താന് വന്നത്. ആ സ്ത്രീയോടുള്ള ശത്രുത നമ്മൾ വെളിപാടിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ശത്രുത പിശാചിന് അമ്മയോടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, അമ്മയുടെ മുന്നിൽ അമ്മയെ അവന് തൊടാൻ പറ്റിയില്ല. പക്ഷേ അമ്മ കടന്നുപോയ വേദനകൾ നമ്മൾ എപ്പോഴും അത് മെഡിറ്റേറ്റ് ചെയ്യണം. ഞാൻ ഓർക്കുക, ഇന്ന് തിരുഹൃദയത്തിൻ്റെ ഫീസ്റ്റായിരുന്നു, ഫ്രൈഡേ ആയിരുന്നു തിരുഹൃദയത്തിൻ്റെ ഫീസ്റ്റ്. എന്തെങ്കിലും അച്ഛൻ അതാണ് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തത്. അപ്പം ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചാണ് അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പം മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്താൽ പീഡ അനുഭവിച്ച് വേദനയേറ്റ ഈശോ, മുറിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയം, അല്ലേ? മനുഷ്യരോടുള്ള സ്നേഹത്താൽ വേദനിച്ച സ്പന്ദിച്ച ഈശോയുടെ തിരുഹൃദയം, അല്ലേ? ആ തിരുഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എൻ്റെ മനസ്സിലൂടെ പോകുന്നത് ഞാൻ അമ്മയുടെ ക്ലാസ് എടുക്കുന്നതുകൊണ്ടായിരിക്കും. അതേപോലെ തന്നെ വേദനയേറ്റ അമ്മയുടെ ഹൃദയവുമാണ്, അല്ലേ? ശിമയോൻ പറഞ്ഞ പോലെ നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കുമെന്ന് പറഞ്ഞല്ലേ? ആ ഒരു വാള് കടന്നുപോയ അമ്മയുടെ ഹൃദയം, അല്ലേ? അത്രയേറെ വേദനിച്ച ഒരമ്മയുടെ ഹൃദയം. സ്വന്തം മകൻ നഗ്നനായി കുരിശിൽ ഒരു കുറ്റവാളിയെപ്പോലെ ചെയ്യാത്ത തെറ്റിന് മരണശിക്ഷ ഏൽപ്പിച്ച് പെടഞ്ഞ് മരിക്കേണ്ടി വന്നത് കാണേണ്ടി വന്ന നിസ്സഹായയായ ഒരു അമ്മയുടെ ദുഃഖം, അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അത് നമ്മൾ ആ ഒരു സ്ഥാനം അവിടെ വെച്ചാണ് ഈശോ പറയുന്നത്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ എന്ന്. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ സ്ത്രീയെ എന്ന് വിളിച്ചു എന്ന്. പല പ്രാവശ്യം സ്ത്രീയെ എന്ന് വിളിച്ചു, അതൊരു താഴ്ന്ന രീതിയിൽ വിളിച്ചതാണ്. പക്ഷെ സ്ത്രീയെ എന്ന വിളി ആക്ച്വലി ഒരു ലോഡഡ് ടേമാണെന്ന് ഞാൻ പറയും. ഭയങ്കര ഒരു ലോഡഡ് ടേമാണ് സ്ത്രീ. ഇവിടെ ഏത് സ്ത്രീയാണ്? സാത്താനെ പരാജയപ്പെടുത്താൻ ഏദനിൽ വെച്ച് ദൈവം നിശ്ചയിച്ചുറപ്പിച്ച സ്ത്രീ, അല്ലേ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞ സ്ത്രീ. വെളിപാടിൽ നമ്മൾ കാണുന്ന സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അതായത് വിജയിയായ സ്ത്രീ. ആ സ്ത്രീയാണ് കാൽവരിയിലും നമ്മൾ കാണുന്നത്. അവിടെ വെച്ചാണ് ബത്ലഹേമിൽ അവൾ ദൈവപുത്രൻ്റെ അമ്മയായെങ്കിൽ കാൽവരിയിലെ ആ അതികഠിന വേദനയിൽ അവൾ മനുഷ്യവർഗത്തിൻ്റെ അമ്മയായി ആ ഒരു സ്ത്രീയായി ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയായിരുന്നു. സോ ദാറ്റ് സ്ത്രീ ഈസ് എ വെരി ലോഡഡ് ടേം. നമ്മൾ പറയുന്ന പോലെ താഴ്ന്ന ഒരു ഡെറഗേറ്ററേറ്റ്സ് കൂടുതലല്ല, പക്ഷെ ഒരു താഴ്ന്ന എന്നൊരു രീതിയിലല്ല, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കുറവിലല്ല സ്ത്രീ, അല്ലേ? അതീവ റെസ്പെക്റ്റാണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലോഡഡ് ടേം. അപ്പം ആ സ്ത്രീയാണ് വെളിപാടിലെ സ്ത്രീ. അപ്പോൾ ആ വെളിപാടിലെ സ്ത്രീയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ ഇന്ന് വിചാരിക്കുമായിരുന്നു. അപ്പം നമ്മൾ ആദ്യമേ ആർക്ക് ഓഫ് ദ കവനൻറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, അതൊരു ടൈപ്പോളജിയാണെന്ന്. അപ്പോൾ വെളിപാടിൽ നമ്മൾ കാണുമ്പോൾ അത് ശരിക്കും ഭയങ്കര രസമാണ്. നമ്മൾ വെളിപാട് 11:19 തൊട്ട് പിന്നെ 12 തൊട്ട് സ്ത്രീ ഉഗ്രസർപ്പവും, അതായത് 11 തൊട്ട് 12 തുടക്കം വരെ ഞാൻ വായിക്കാം. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അപ്പം ഈ വാഗ്ദാന പേടകം എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, അല്ലേ? കാണാതായി. പിന്നെ ആ വാഗ്ദാന പേടകത്തെക്കുറിച്ചുള്ള റെഫറൻസ് നമ്മൾ കാണുന്നത് വെളിപാടിലാണ്. വെളിപാടിൽ പറയുന്നു, ഈ കാണാതായി ഇവിടുത്തെ വാഗ്ദാന പേടകം സ്വർഗത്തിൽ കാണപ്പെട്ടു. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അപ്പം അതിനുശേഷം ഉടൻ തന്നെ ഈ സ്ത്രീയെക്കുറിച്ച് പറയുവാണ്.
അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് ഈ സ്ത്രീ തന്നെ, വാഗ്ദാന പേടകമെന്ന് നമ്മൾ ഉപമിക്കുന്ന ആ സ്ത്രീ തന്നെയാണ് വെളിപാടിലെ സ്ത്രീ എന്ന് നമ്മൾ പറയുന്നത്. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഇതെല്ലാം ഈസി അല്ലായിരുന്നു കേട്ടോ. ഈ ഒരു രാജകീയ സ്ഥാനത്തേക്ക്, സ്വർഗത്തിൻ്റെ രാജ്ഞിയായിട്ട് നമ്മൾ കാണുന്ന ഈ അമ്മ ആ സ്ഥാനത്തേക്ക് ഉയരാനായിട്ട് കാൽവരിയിലെ ആ വലിയ കുരിശ് മകൻ ചുമന്നപ്പം അമ്മയും അത് മനസ്സിൽ പേറി അല്ലേ. ആ ഒരു കുരിശ് ചുമന്നാണ് അമ്മ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയത്. നമ്മൾ ആ സ്ഥാനത്തിൻ്റെ മഹത്വം നോക്കണം. ദൈവത്തിൻ്റെ അമ്മ, ആ രക്ഷകന്റെ അമ്മ, മനസ്സിലായോ? സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു, പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു, ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ, സാത്താന. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1250 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത് മുഴുവൻ 12 മുഴുവൻ ഒന്ന് സൂക്ഷ്മതയോടെ വായിച്ചു. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, പ്രധാന കാര്യങ്ങൾ പറയാം. അപ്പം ഈ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അപ്പം അതിന് മുന്നിൽ പിശാച് നിൽക്കുവാണ്. അതിനാൽ ഇവിടെ പറയുന്നത്, ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ഹെറോദോസ് കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് കാത്തു നിൽക്കുമല്ലായിരുന്നു. കുഞ്ഞിനെ, അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, 2.5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അവൻ കൊന്നല്ലോ ഹെറോദോസ്. അപ്പം അതിൻ്റെ വാൽ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് ഇവൻ. അപ്പോൾ പിതാക്കന്മാർ പറയുന്നത് ഈ ആൺകുട്ടി സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണെന്ന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മെസ്സിയ ആണെന്നുള്ളതിന് നമുക്കൊരു പ്രൂഫായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം മെസ്സിയാനിക് സാമാണ് 2-ാം സാം അല്ലേ, സാം 2. ഞാൻ അതും കൂടെ ഒന്ന് വായിക്കാം. സാം 2 എന്ന് പറയുന്നതാണ് മെസ്സിയാനിക് സാം. അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള ഇതാണ്, പ്രവചനമാണ് ആ സാം. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങളതൊന്ന് മുഴുവൻ വായിക്കണം. സങ്കീർത്തനങ്ങൾ 2. ജനതകൾ ഇളകി മറിയുന്നതെന്തിന്, ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു. കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു, ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു. അവർ വെച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചെങ്ങല പൊട്ടിച്ച് മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും, ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും. അവിടെ കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ തച്ചുടയ്ക്കും. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ 2-ാമത്തെ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ മെസ്സിയാനിക് സാം എന്നാണ് പറയുന്നത്, മിശിഹായുടെ സങ്കീർത്തനം കേട്ടോ. അപ്പോൾ മിശിഹ അവിടെ പറയുന്നുണ്ട്, ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കുമെന്ന്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കുവാനുള്ളവനാണ് അവൻ. അപ്പം ആ ആൺകുട്ടിയാണ് മെസ്സിഹ നമ്മൾ 2-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ സ്ത്രീ പരിശുദ്ധ അമ്മയാണെന്ന് പിതാക്കന്മാർ പറയുന്നത്. അപ്പോൾ അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നത്, ഈ വെളിപാടിൽ നമ്മൾ വെളിപാട് എപ്പോഴും വായിക്കുമ്പം ഇതൊരു സിംബോളിക് ലാംഗ്വേജ് ആണ് അല്ലേ. അപ്പോൾ ഒരു സിംബോളിക് ലാംഗ്വേജ് ആകുമ്പം ഇതിന് നമ്മൾ ഒരു സാധാരണ പുസ്തകം വായിക്കുന്ന പോലെ വായിച്ചാൽ നമുക്കത് മനസ്സിലാകത്തില്ല. ദിസ് ഈസ് എ സിംബോളിക് ലാംഗ്വേജ്. അപ്പോൾ അതിന് പല ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ കത്തോലിക്ക സഭ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനൊരു നമുക്ക് പറയാം പല ലെയേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ സ്ത്രീ പരിശുദ്ധ അമ്മയാണെന്ന്. അതേസമയം നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്
കർത്താവ് സ്ഥാപിച്ച സഭയാണെന്ന് പറയും. അപ്പം ചിലർ പറയും ഇത് അമ്മയല്ല, പരിശുദ്ധ അമ്മയല്ല, ഇത് ചർച്ചിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. അതും നമുക്ക് വേണമെങ്കിൽ ഇത് വായിക്കുമ്പോൾ ചർച്ചുമായിട്ട് നമുക്ക് മാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ മിശിഹ വന്നത് ഇസ്രായേലിൽ നിന്നാണ് അല്ലേ, അപ്പോൾ ഇസ്രായേലിനോടും വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഇപ്പം ആ ഒരു ലാംഗ്വേജിൻ്റെ പ്രത്യേകത അതാണ്. അതിന് പല ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് ലെയറും നമുക്ക് ഫിറ്റ് ചെയ്ത് ഇതിൽ റീഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പം നമ്മൾ പരിശുദ്ധ അമ്മ വളരെ ഒബ്വിയസ് ആയിട്ട് ഇതിലുണ്ട്. ആൺകുട്ടി പ്രസവിച്ച ആൺകുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്, ഹെറോദോസ് കൊല്ലാൻ കാത്തു നിന്നത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇരുമ്പ് തണ്ടുകൊണ്ട് അത് ആ മെസ്സിയാനിക് ഫാമിലി ആ റെഫറൻസ് വെച്ച് ആൺകുട്ടി ഈശോ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് കൃത്യമായിട്ട് ഇത് മാച്ചാകും. അതേസമയം നമ്മളിപ്പോൾ ഒരു സഭ അല്ലെങ്കിൽ ചർച്ച് എന്ന് പറഞ്ഞ് നമ്മളതിനെ വായിച്ചാൽ നമുക്കത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനൊരു ഈ സിംബോളിക് ലാംഗ്വേജ് ആയതുകൊണ്ട് പല ലെയേഴ്സ് ഉണ്ട്. അപ്പം നമുക്കിവിടെ മാതാവിൻ്റെ ഒരു സ്ത്രീ എന്നുള്ളത് മാതാവായിട്ട് നമുക്ക് എക്സാക്ട്ലി മാച്ച് ചെയ്യാം. അപ്പം അതൊന്ന് മനസ്സിൽ വെക്കണം. അപ്പോൾ ഇത് സംഭവിക്കപ്പെട്ടു. അതുപോലെ അവൾ ആൺകുട്ടിയെ പ്രസവിച്ച് സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് വരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ഇതൊരു സിംബോളിക് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ആ 33 വർഷത്തെ ഒറ്റ ഒരു ലൈനിൽ യോഹന്നാൻ അങ്ങ് ഒതുക്കിയിരിക്കുവാണ്. അതായത് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം ഉയർപ്പിന് ശേഷം കർത്താവിൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു അല്ലേ, അതൊരൊറ്റ ലൈനിൽ. അപ്പോൾ സിംബോളിക് ലാംഗ്വേജിൻ്റെ പ്രത്യേകതകളാണ് അതൊക്കെ. അപ്പം അത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അപ്പോൾ 12 പിന്നെ തീരുമ്പം പറയുന്നുണ്ട്, സ്ത്രീയോടുള്ള സർപ്പത്തിൻ്റെ ദേഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച് സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായ് തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. അപ്പോൾ സാത്താന് രക്ഷിക്കപ്പെട്ടവരോടുള്ള ഒരു ദേഷ്യവുമാണ് അല്ലേ, അപ്പോൾ സ്ത്രീയോടുള്ള ആ ശത്രുത. അപ്പം നമ്മളിത് ചർച്ച് എന്ന് പറഞ്ഞ് മാപ്പ് ചെയ്ത് വായിച്ചാലും നമുക്കത് കറക്റ്റായിട്ട് അത് കിട്ടും. പരിശുദ്ധ അമ്മയോട് മാപ്പ് ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഈ സ്ത്രീ എന്ന് പറയുന്നത്, കർത്താവ് സ്ത്രീ എന്ന് വിളിച്ചത് ആ ഒരു സ്ത്രീ അതൊരു ലോഡഡ് ടേം ആണ് അല്ലേ. ദൈവത്തിൻ്റെ അമ്മ എന്ന വലിയൊരു സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട സ്ത്രീ അല്ലേ. മാനവ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ വലിയൊരു റോള് വഹിച്ച സ്ത്രീ അല്ലേ. മാതാവിനെ ഉപയോഗിച്ചാണ് ക്രിസ്തുവിന് മനുഷ്യാവതാരം ചെയ്യാൻ പറ്റിയത് അല്ലേ. അപ്പം ആ ഒരു വലിയ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട സ്ത്രീ അല്ലേ, പിതാവിനെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച സ്ത്രീ അല്ലേ, പരിശുദ്ധാത്മാവിന് ഒരു ദുഃഖവും വരുത്താതിരുന്ന സ്ത്രീ, പുത്രൻ്റെ അമ്മയായ സ്ത്രീ. അപ്പം നമ്മൾ ഒരു കുറ്റം പറയുമ്പോൾ അത് സൂക്ഷിച്ച് നമ്മൾ പറയണം വാക്കുകൾ അല്ലേ. അതായത് ആ സ്ത്രീയെ ബഹുമാനിക്കണമെന്ന് പുത്രൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അത് അവൻ്റെ കമാൻഡ്മെൻറ്റും അങ്ങനെ തന്നെയാണ് അല്ലേ. കർത്താവിൻ്റെ കമാൻഡ്മെൻറ്റിൽ 4ാമത്തെ കമാൻഡ്മെൻറ്റ് പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നാണ് അല്ലേ. അപ്പോൾ ഒരിക്കലും യേശു തൻ്റെ മാതാവിനെ ബഹുമാനമില്ലാതെ സംസാരിക്കത്തില്ല. അപ്പം നമ്മൾ ഒരിക്കലും ആ ഭാഷ യൂസ് ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻസോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടാകാം. പക്ഷേ എപ്പോഴും മനസ്സിലാക്കണം നമ്മൾ ഏത് സ്ത്രീയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കേട്ടോ. നമുക്കൊന്നും ഒരിക്കൽ പോലും അറ്റൈൻ ചെയ്യാൻ പറ്റാത്തത്ര വലിയ വിശുദ്ധിയിൽ നിൽക്കുന്ന സ്ത്രീയാണത്. അതായത് അപരിമേയനായവനെ തൻ്റെ ഉദരത്തിൻ്റെ ആ ഒരു ചെറിയ ലിമിറ്റഡ് സ്പേസിൽ ഉൾക്കൊള്ളാൻ സാധിച്ച സ്ത്രീ അല്ലേ. അത്രമാത്രം വിശുദ്ധി ഉണ്ടായിരുന്നു. അപ്പം ആ വലിയ വിശുദ്ധനായ ആർക്കും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത ദൈവം താണിറങ്ങി ആ ഒരു ചെറിയ സ്പേസിൽ, ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ തന്നെ ഒതുക്കി അല്ലേ. ആ ദൈവത്തിന് വേണ്ടി അത്രയും പാപമില്ലാതെ ജീവിച്ച സ്ത്രീയാണ് അല്ലേ. ഒരു എന്നാ പറയുന്നത്, ഒരു കളങ്കവും ഏക്കാത്ത സ്ത്രീ അല്ലേ. അതുകൊണ്ടാണ് നിത്യകന്യക എന്ന് നമ്മൾ വാഴ്ത്തുന്നത് കേട്ടോ. അപ്പോൾ ആ കന്യാത്വത്തിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം നമുക്കത് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, അതിൻ്റെ ആ വലിയ യോഗ്യത എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തെറ്റായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എടുത്ത് നമ്മൾ ട്രാഷ് ചെയ്ത് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കതൊരു ബ്ലെസ്സിങ് കുറവായിരിക്കും. അപ്പം നമുക്ക് തിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും എപ്പോഴും
ആ ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക. നമ്മൾ സംസാരിക്കുമ്പോഴും ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി തന്നെ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് അല്ലെങ്കിൽ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്, അത് ഈശോയ്ക്ക് അത്ര ഇഷ്ടം വരത്തില്ല എന്ന്. അപ്പോൾ ആ പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്താൻ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മളെപ്പോഴും അത് യൂസ് ചെയ്യണം. അത് ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കാൽവരിയിലെ അമ്മയുടെ ആ ദുഃഖം, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും എൻ്റെ ഉൾക്കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയുടെ ആ വ്യാകുലം എന്ന് പറയുന്നത്. അപ്പം പരിശുദ്ധ ബലിയിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ട് അല്ലേ. ഞാനെപ്പോഴും പറയുന്ന പോലെ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ട്. ഒരിക്കലും ഞാൻ പരിശുദ്ധ അമ്മയെ അവിടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസും കൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുക. അപ്പം ഞാൻ മാസ് കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിൽ മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അപ്പം ഞാനവിടെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് കൈ തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ തിരിച്ചിങ്ങനെ വരുമ്പം ഈ സൈഡിലാണ് ടേബിൾ വെച്ചിട്ട് അവിടെയാണ് എല്ലാം വെച്ചിരിക്കുന്നത്, കസായും പിലാസായും ഒക്കെ വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ അവിടെ നിന്നിട്ട് അമ്മ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മ അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്നെ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ കാണും എന്നെ നോക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് നോക്കിയപ്പം എന്നോട് പറഞ്ഞു ഇന്ന ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞു. അപ്പം വളരെ കാഷ്വലായിട്ടല്ലേ എന്ന് പറയുന്നത്, ഒരു സീരിയസ് ഫേസിലാണ് പറയുന്നത്. അതായത് ചിരിച്ചുകൊണ്ടല്ല, അങ്ങനെ ഒരു മാറ്റർ ഓഫ് ഫാക്റ്റ് പറയുന്ന പോലെ പറയുക. അപ്പം ഞാൻ അത് നടക്കാൻ യാതൊരു സാധ്യതയില്ല. അപ്പം ഞാൻ ഓർത്ത് നടക്കാനൊരു ചാൻസും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അമ്മ അത് പറയുന്നത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ നെക്സ്റ്റ് തേഴ്സ്ഡേ തന്നെ അമ്മ ആ പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി, അമ്മ എന്നോട് പറഞ്ഞ് അതങ്ങനെ സംഭവിച്ചത്. അപ്പം അതിലൂടെ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഒരു സാന്നിധ്യം ആ ബലിപീഠത്തിലുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കാൽവരിയിൽ ആ തൻ്റെ പീഡയുടെ സമയത്ത് ആ അതികഠിന വേദനയിലൂടെ താൻ കടന്നു പോയപ്പോൾ തൻ്റെ അമ്മ അവിടെ ഉണ്ടായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചു അല്ലേ. അപ്പം ആ അമ്മ ഓരോ ബലിയിലും, അതായത് കർത്താവിൻ്റെ സജീവ സാന്നിധ്യമുള്ളിടത്തെല്ലാം ആ അമ്മയുടെ ഒരു പ്രസൻസും ഉണ്ടായിരിക്കണമെന്ന് മകൻ നിശ്ചയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈശോ അത്രയധികം അമ്മയെ സ്നേഹിക്കുന്നു. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഇന്ന് പള്ളിയിലിരുന്നപ്പോൾ ഒരു ഫീസ്റ്റ് പോലും, ഏത് ഫീസ്റ്റ് നമ്മളെടുത്തോ അമ്മയുണ്ട് അവിടെ അല്ലേ. അമ്മ ഇല്ലാത്ത ഒരു ആഘോഷമില്ല അല്ലേ. ഈശോയുടെ എല്ലാ പ്രധാനപ്പെട്ട 33 വർഷം ഈശോ ഒരു മനുഷ്യനായി ജീവിച്ചപ്പം എല്ലാ പ്രധാനപ്പെട്ട സമയങ്ങളിലും അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഈശോയുടെ അമ്മ അവസാനം ആ കുരിശു മരണത്തിലും ഉണ്ടായിരുന്നു, സ്വർഗാരോപണ സമയത്തും ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആഗമന സമയത്തും അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയും വലിയ ഒരു ഹൈ പെഡസ്റ്റലിലാണ് പരിശുദ്ധ അമ്മയെ വെച്ചിരിക്കുന്നത്. സഭാപിതാക്കന്മാരെല്ലാം അങ്ങനെയാണ് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ ലാട്രിയ ദൂലിയ ഹൈപ്പർ ദൂലിയ. ഹൈപ്പർ ദൂലിയ എന്ന് പറഞ്ഞാൽ വണക്കമല്ല, അതിവണക്കം. അതിവണക്കത്തിന് യോഗ്യയാണ് കേട്ടോ, അതിവണക്കത്തിന് യോഗ്യയാണ്. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഹെൽപ്പ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ എപ്പോഴും പറയും ഞാൻ എൻ്റെ അമ്മായിയമ്മയും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹൗ ഈസ് ഇറ്റ് ഈവൻ പോസിബിൾ എന്ന്, എങ്ങനെയാണ് അങ്ങനെ അത് സാധിക്കുന്നതെന്ന്. അപ്പോൾ എനിക്കൊരു ആൻസറേ പറയാനുള്ളൂ, മൂന്നാമതൊരമ്മയും കൂടെ ഞങ്ങളുടെ ഭവനത്തിലുണ്ട്. അപ്പോൾ ഞാൻ 2 അമ്മമാരല്ല ഇവിടെ ഉള്ളത്, 3 അമ്മമാരാണ് എൻ്റെ ഭവനത്തിലുള്ളത്. ആ മൂന്നാമതൊരമ്മയും കൂടെ ഉള്ളത് കൊണ്ടാണ് എല്ലാം സ്മൂത്തായിട്ട് പോകുന്നത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, അച്ഛന്മാരും സിസ്റ്റേഴ്സും അല്ലാതെ അൽമായരുൾപ്പെടെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണത് സാധിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു അമ്മയുടെ ഒരു പ്രസൻസ് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലും, അതുപോലെ തന്നെ നമ്മൾ ഡെലിവറിയുടെ സമയത്താണെങ്കിലും ഒത്തിരി നമുക്ക് വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെലിവറിയെക്കുറിച്ചൊക്കെയുള്ള ഒരു ആകുലതകളൊക്കെ വരുമ്പോൾ എപ്പോഴും എനിക്ക് ആ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായവും മാധ്യസ്ഥവും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അമ്മയുടെ ഒരു സ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഈശോയാണ് ദൈവം, ഈശോയ്ക്കാണ് നമ്മൾ ആരാധന കൊടുക്കുന്നത്. ഒരിക്കലും ഈശോയെ റീപ്ലേസ് ചെയ്യല്ല. പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയിലേക്ക് നയിക്കുവാണ്, വിശുദ്ധിയിലേക്ക് നയിക്കുവാണ്. അപ്പോൾ വിശുദ്ധമായി എങ്ങനെ ജീവിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഓരോ സിറ്റുവേഷനിൽ സംശയം വരുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, അമ്മയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, അമ്മ ഈ സിറ്റുവേഷനിൽ എങ്ങനെ ചെയ്യുമായിരുന്നു, എങ്ങനെ ഈ കാര്യത്തെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു അല്ലേ. അങ്ങനെ ആലോചിച്ച് കഴിയുമ്പോഴും നമുക്ക് പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട്
നമുക്ക് പറ്റുകയില്ല, ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വിശുദ്ധിയിലേക്കൊക്കെ പോകാൻ കൂടുതൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് അമ്മയുടെ ഒരു മാധ്യസ്ഥം ചോദിച്ചാൽ മതി. അമ്മ കാണിച്ചു തരും എങ്ങനെയാണ് പുത്രൻ്റെ അടുത്തേക്ക് ഈസി ആയിട്ട് എത്തേണ്ടതെന്ന് കേട്ടോ. ഒരു ഷോർട്ട് കട്ടാണ് അമ്മ. അപ്പം ആ അമ്മയാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് വഴി മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതെൻ്റെ ഈശോയ്ക്ക്, ഞാൻ എൻ്റെ പ്രാണനേക്കാൾ അധികം സ്നേഹിക്കുന്ന എൻ്റെ ഈശോയ്ക്ക് അതൊത്തിരി ഇഷ്ടമാണെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.